പണമുള്ളവനും പണമില്ലാത്തവനും നമ്മുടെ നാട്ടിൽ രണ്ട് നീതിയാണ് എന്നതിൻ്റെ ഒരു തെളിവാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ഇപ്പം ഞാനൊരു സാധാരണക്കാരനാണ്. എനിക്കൊരു സാമ്പത്തികം ഒന്നും അത്ര ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ എൻ്റെ ഒരു പ്രശ്നം നേരിട്ടപ്പോൾ ഞാൻ കോടതിയെ സമീപിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. എൻ്റെ ഒരു പാസ്പോർട്ട് ഒരു ട്രാവൽ റിക്രൂട്ട്മെൻറ്റ് ഫേം കൈവശപ്പെടുത്തി വെച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കോടതിയിൽ ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇത് സാധാരണക്കാരെന്ന് പാവപ്പെട്ടവരെന്ന് പറയുന്നത് ഞാനാണ്. കോടികളുടെ ബിസിനസ് ചെയ്യുന്നത് അപ്പുറത്ത് നിൽക്കുന്ന ആ ട്രാവൽ റിക്രൂട്ട്മെൻറ്റ് കമ്പനിയാണ്. അത് കൊച്ചിയിലുള്ളൊരു കമ്പനിയാണ്. അപ്പം ഞങ്ങൾ ഈ രണ്ട് കൂട്ടരും തമ്മിലുള്ള ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാനിതിന് എന്നാൽ കഴിയാവുന്ന സാമ്പത്തികം ഞാനിതിനു വേണ്ടി ചെയ്തു. എന്നാൽ കഴിയാവുന്നത് എന്നെക്കൊണ്ട് കടം മേടിച്ചിട്ടാണെങ്കിലും ഞാനിത് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു. പക്ഷേ നമ്മുടെ കേസ് പല കാരണങ്ങളാലും കോടതി തള്ളിക്കളയുമായിരുന്നു. കോടതി പരിഗണിച്ചില്ല. അവർക്ക് അനുകൂലമായിട്ട് എല്ലാം വരുന്നുമുണ്ട്. ഇത് തന്നെ പല അനുഭവങ്ങളിലും നമ്മൾ ഇപ്പോൾ പല കേസുകളിലും നമ്മൾ പ്രമുഖരുടെ കേസുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. വളരെ വലിയ രാഷ്ട്രീയക്കാരുടെയും അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ കേസുകൾ തേഞ്ഞു മാഞ്ഞു പോകുന്നതും അതും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തള്ളി പോകുന്നതും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്തിട്ട് നമുക്ക് സാധാരണക്കാർക്ക് എന്താണ് ഒരു ഇതുള്ളത്? സാധാരണക്കാർക്ക് എന്താണ് ഒരു പ്രയോജനം കിട്ടുന്നത്? കാരണം നമ്മൾ ഒരു വലിയൊരു റിക്രൂട്ട്മെൻറ്റ് ഫേമുമായിട്ട് നമ്മളൊരു കേസ് ഒരു സാധാരണക്കാരൻ പറയണമെന്നുണ്ടെങ്കിൽ, കേസിന് പോകണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു കാരണം ഉണ്ടായിട്ടല്ലേ നമ്മൾ പോകുന്നത്. അതിനൊരു തക്കതായിട്ടുള്ളൊരു കാരണം ഉണ്ടായതുകൊണ്ടാണ് നമ്മളത് പോകുന്നത്. നമ്മുടെ പാസ്പോർട്ട് അവർ കൈവശപ്പെടുത്തി വെച്ചിരുന്നു. നമുക്ക് വ്യാജ വാഗ്ദാനങ്ങളൊക്കെ നൽകി. അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ പിന്നെ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പല ഏജൻസികളിലും നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത് ലൈസൻസ് ഇല്ലാത്ത ഒരുപാട് ഏജൻസികളും കാര്യങ്ങളുമൊക്കെ ഈ നമ്മുടെ പല പോലീസ് സ്റ്റേഷൻ്റെയും പരിധികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഇവർ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നതിന് ശേഷം അതിനെപ്പറ്റി വിലപിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വൈദ്യുതി ഒരു ഷോക്ക് ഏറ്റു കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ KSEB നമ്മൾ കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മളത് ചെയ്തത് ശരിയല്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഇടിഞ്ഞു വീണതിന് ശേഷമാണ് പിന്നീട് അതിൻ്റെ ഫിറ്റ്നസ് ഇല്ലായിരുന്നു, അതിൻ്റെ ഇതില്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു തീപിടുത്തത്തിന് ശേഷമാണ് നമ്മൾ പറയുന്നത് അവിടെ ഫയറിൻ്റെ ഇൻസ്പെക്ഷൻ നടന്നിട്ടില്ലായിരുന്നു, അതാണ്. പക്ഷെ നമ്മൾ പൊതുജനം ഇത് മുൻകൂട്ടി പറയാൻ തയ്യാറാണ്. എന്നെപ്പോലത്തെ ഒരാൾ ഞാൻ മുൻകൂട്ടി പറയാൻ തയ്യാറാണ്. പല ഏജൻസികളും ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന ലൈസൻസ് ഇല്ലാത്തതാണ്. അത് കൃത്യമായ അധികൃതരുടെ ഈ പറഞ്ഞ നമ്മുടെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് പലരുടെ അറിവോട് കൂടിയിട്ടാണ് ഇത് നടക്കുന്നത്. POE എന്ന് പറയും, കൊച്ചിയിലെ POE എന്ന് പറയുന്ന ഫേമുണ്ട്. അവരുടെയൊക്കെ കംപ്ലീറ്റ് രാഷ്ട്രീയ കളികളും കാര്യങ്ങളും കൊണ്ടാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഈ ഏജൻസികൾ എങ്ങനെയാണ് ഈ ലൈസൻസ് ഇല്ലാത്ത ഇവിടെ പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരു സാധാരണക്കാരൻ ഒരു ചെറിയൊരു ലൈസൻസ് ഇല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ തന്നെ ഇവിടുത്തെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള പഞ്ചായത്തിൽ നിന്നൊക്കെ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മറ്റേതെങ്ങനെയാണ് ഇവർ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ നമ്മൾ ഇവർക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ചെന്നെങ്കിൽ പോലീസുകാർ പറയുന്നത് നിങ്ങൾക്ക് അവരുമായിട്ട് എന്താണ് വൈരാഗ്യമുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് എന്താണ് ഇഷ്യൂ എന്നുള്ളതാണ് ചോദിക്കുന്നത്.